എത്ര വലിയ പ്രശ്നത്തെയും ദൈവവിശ്വാസമുള്ളവൻ മറികടക്കും. എത്ര വലിയ പ്രതികൂലത്തെയും ദൈവവിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നവൻ, അത് വിളിച്ചു പറയുന്നവൻ അതിജീവിച്ചിരിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന ഇതാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവം തരുന്ന ആലോചന, ദൈവത്തിൻ്റെ അടുക്കലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുക. എല്ലാ പ്രതിസന്ധികളും അതിനു മുമ്പിൽ അടിയറവ് വെച്ചിരിക്കും. പലപ്പോഴും നമുക്കെന്തൊക്കെയോ അറിയാം, നമ്മുടെ കഴിവ്, നമ്മുടെ പ്രാപ്തി, നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ പരാജയപ്പെടാറുണ്ട്. പക്ഷെ ദൈവത്തെ മുൻനിർത്തിയാൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടുകയില്ല. ഇന്നത്തെ സന്ദേശം നിങ്ങൾ കേൾക്കുക. ഈ നെഹമ്യാവിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നെഹമ്യാവ് പറയുന്നൊരു വാക്ക്, വളരെ കാലങ്ങളായി ഇടിഞ്ഞു കിടന്ന യെരുശലേമിന്റെ പട്ടണം അതിൽ പണിതുയർത്താനായി വരുമ്പോൾ ആ ദേശത്തെ ആളുകളെല്ലാം, അവിടുത്തെ ഭരണാധികാരി, നിലവിലുള്ള ആളുകളെല്ലാം അവനെതിരായി മാറുകയാണ്. എന്നാൽ അതിനെതിരെ അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. ആ പ്രഖ്യാപനം കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മതിൽ പണി പൂർത്തീകരിക്കുവാനിടയായി. എന്താണ് ആ പ്രഖ്യാപനം? 2-ാമത്തെ 20-ാം വാക്യം, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അവന്റെ ദാസന്മാരാ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഹല്ലേലൂയ. നിങ്ങൾക്കോ ഈ യെരുശലേമിലും ഇവിടെയും യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ നോക്കിക്കേ, വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം. എന്ത് പ്രഖ്യാപനമാ? ദൈവം കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. പ്രിയമുള്ളവരെ, വലിയ പ്രതിസന്ധികളെ ദൈവത്തിന്റെ ദാസന്മാർ അതിജീവിച്ചത് ദൈവം അവർക്ക് അവരുടെ നാവിൽ കൊടുത്ത വിശ്വാസത്തിന്റെ വാക്ക് പ്രതികൂലങ്ങളുടെ നിലവിൽ അവർ പ്രഖ്യാപിച്ചപ്പോഴാണ്. അതിന് വലിയൊരു ഉദാഹരണമാണ്, ഒരായുധം പോലും ഇല്ലാതെ ഏറ്റവും വലിയ ആയുധം ധരിച്ചിരുന്ന, അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ചിരുന്ന ഗോലിയാത്തിനെ ഒരായുധം ഇല്ലാത്ത ദാവീദ് കീഴടക്കിയത്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സകല മനുഷ്യരും അറിയും. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 46-47 വാക്യമാണ്. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യുദ്ധം യഹോവയ്ക്കുള്ളത്. വിട്ടുകൊടുക്ക്. ദൈവത്തിന്റെ പേരിൽ വിശ്വാസം ദൈവത്തിലാണെങ്കിൽ, വെറുതെ പറയണ്ട, വിശ്വാസം കർത്താവിലാണെങ്കിൽ കർത്താവ് കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. ചോദ്യം ചോദിക്കുന്നവരുടെ നടുവിൽ, പരിഹസിക്കുന്നവരുടെ നടുവിൽ, വെല്ലുവിളിക്കുന്നവരുടെ നടുവിൽ, ഭീഷണിപ്പെടുന്നവരുടെ നടുവിൽ ഒരു ദൈവം എനിക്കുണ്ട്, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, ഇടപെടാനുള്ള ഒരു ദൈവമുണ്ടെന്ന് പറയുക. ഈ മോശ ഫറവോ രാജാവിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് തന്നെ കൊല്ലുവാനായി കാത്തിരുന്ന മിസ്രൈമിലെ ഈജിപ്തിൽ ചെന്നിട്ട് പറഞ്ഞത്, ഒരു രാജാവിന് മുമ്പിൽ ചെന്ന് പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത ദൈവമാണ് എന്നെ അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ജനത്തെ എന്നെ ആരാധിപ്പാൻ വിട്ടയക്കാം. അപ്പൊ സ്വന്തം അഡ്രസ്സോ സ്വന്തം കഴിവോ സ്വന്തം പേരോ അല്ല നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. ദൈവത്തിന്റെ നാമം ഉയർത്തിക്കോ, അവൻ നമ്മളെ മാനിച്ചിരിക്കും. ഒരിക്കലും പരാജയപ്പെടാൻ സമ്മതിക്കുകയില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവനാണ് എന്നെ അയച്ചിരിക്കുന്നത്. ആമേൻ. അപ്പൊ കർത്താവിന്റെ പേര്, കർത്താവിന് നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു, എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം എന്നെ ശക്തീകരിക്കും, എനിക്കൊരു ജയം ദൈവം തരും. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ യേശു തന്നെ പഠിപ്പിച്ചൊരു യോഹന്നാൻ 14:13 നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും ചെയ്തു തരും. കർത്താവിന്റെ പേര് പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിച്ചു, കർത്താവിന്റെ പേരിൽ നമ്മുടെ പ്രതിസന്ധികളെ ഇട്ടുകൊടുത്തു. ദൈവത്തിന്റെ നാമത്തിന്റെ കീഴിൽ എല്ലാ വിഷയങ്ങളും, എല്ലാ രാജാക്കന്മാരുടെ പേരുകളും, നാം നേരിടുന്ന എല്ലാ രോഗങ്ങളും ഈ യേശുവിന്റെ നാമത്തിന്റെ കീഴിലാണ്. യേശുവിന്റെ പേരാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. നിങ്ങൾ നേരിടുന്ന കടഭാരവും, നിങ്ങൾ നേരിടുന്ന രോഗവും, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും, മനുഷ്യരും അവരുടെ നാമങ്ങളും അധികാരികളും എല്ലാം യേശു എന്ന നാമത്തിന്റെ കീഴിലാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ നാമം, യേശുവിന്റെ നാമം ഉയർത്തിപ്പിടിക്കുക. സകലതും അതിന്റെ കീഴിൽ വരും. സകലത്തെയും ദൈവം കാൽക്കീഴാക്കി തരും. ഹല്ലേലൂയ.
പൗലോസ് പറയുന്നുണ്ട്, എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവം പറഞ്ഞ് നടക്കും. ദൈവമാണ് എൻ്റെ വിഷയം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ പരാജയപ്പെടുത്തുവാൻ ഏതൊക്കെ ശക്തികൾ ഒരുപോലെ എഴുന്നേറ്റ് വന്നാലും ഭയപ്പെടേണ്ട. ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ദൈവം. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചു അല്ലേ? നിങ്ങളുടെ ദൈവം എവിടെ? 115 സംഘത്തിൽ ചോദിക്കുകയാണ്, നിങ്ങളുടെ ദൈവം എവിടെ? എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവമാണ് എൻ്റെ കാര്യങ്ങൾ നിറവേറ്റുന്നത്. എൻ്റെ വഴിയുടെ കുറവ് തീർക്കുന്ന ദൈവമാണ്. ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. ദൈവമാണ് എൻ്റെ ഓഹരി. ദൈവമാണ് എന്നെ സഹായിക്കുന്നത്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം എന്നെ കൈവിടത്തില്ല. കർത്താവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കും. ഈ വചനം നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ പ്രതിസന്ധികളോട് സംസാരിച്ചോ, ആ പ്രതികൂലങ്ങളെ ദൈവം എടുത്ത് കളയും. ഹല്ലേലൂയ. അവന്റെ നാമം സകല നാമത്തിലും മേലായ നാമം. യേശുവിന്റെ നാമത്തെക്കുറിച്ച് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. അവന് ദൈവം കൊടുത്തിരിക്കുന്ന ഉയർച്ച സ്വർലോകരുടെയും അധോലോകരുടെയും എന്താ പറയുന്നേ ഭൂലോകരുടെയും സകല നാമത്തിലും മേലായ നാമമാണ് യേശുവിന്റെ നാമം. എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വിരിപ്പിച്ചതാണ്. അതുകൊണ്ട് അവന്റെ നാമം ഉയർന്നിരിക്കട്ടെ. സകല ദേവന്മാരിലും രാജാക്കന്മാരിലും ദൈവങ്ങളിലൊക്കെ ഉന്നതമായ നാമം യേശുവിന്റെ നാമം. ആമേൻ. എല്ലാ പ്രശ്നത്തെയും അവന്റെ നാമത്തിൽ കീഴടക്കാൻ പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് കീഴടങ്ങാത്തായിട്ട് ഒന്നും കാണുകയെന്ന കർത്താവ് പറഞ്ഞത്. എൻ്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതെ, ആ അധികാരത്തിന്റെ പ്രഖ്യാപനം നടത്തേണ്ടത് നമ്മളാണ്. ആമേൻ. ആ അധികാരത്തിന്റെ പ്രഖ്യാപനം നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ശക്തി വ്യാപരിക്കും. ആ നാമത്തിന്റെ ശക്തി വ്യാപരിക്കും. അത് കൽപ്പിച്ച ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. നമ്മൾ പ്രതിസന്ധികളെ നമ്മൾ അതിജീവിച്ചിരിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്നത്തെ ഈ വചന സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, കർത്താവേ, എൻ്റെ യേശുവിൻ്റെ നാമം പ്രഖ്യാപിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കുന്നു പറയുമ്പോൾ ഏലിയാവിനെ പോലെ കർത്താവേ, ഒരു ദൈവമുണ്ട്, തീ കൊണ്ട് ഉത്തരം അരുളുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ദൈവം ഉത്തരം അരുളിയതുപോലെ കർത്താവെ അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ് എന്ന് ഞങ്ങളെ പ്രതിസന്ധിയിൽ വെളിപ്പെട്ടു വരുന്നതിനായി നന്ദി. കർത്താവ് കാര്യങ്ങളെ സാധിപ്പിക്കും. കർത്താവ് ഇറങ്ങി വരും. കർത്താവ് ഇടപെടും. അത്ഭുതം സംഭവിക്കട്ടെ. മക്കളെ, കർത്താവ് ഇറങ്ങി കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവിക അത്ഭുതങ്ങൾ അവർ കാണുവാനിടയാകട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കുറെ പേർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വിക്ടോറിയസ് ഡേ.